ഫസ്റ്റ് കാണുന്നവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടമാവുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് ബീഫിൻ്റെ ഒരു വെറൈറ്റി ഐറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതായത് ബീഫ് തട്ടിക്കൂട്ടിയതാണ് ഇതിൻ്റെ പേര്. അപ്പോൾ പേര് പോലെ തന്നെ പെട്ടെന്ന് തട്ടിക്കൂട്ടാവുന്ന ഒരു വിഭവമാണിത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, നമ്മളിതിൽ മസാലപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി അങ്ങനത്തെ ഐറ്റം ഒന്നും ചേർക്കുന്നില്ല. കുരുമുളക് പൊടി, വറ്റൽമുളകൊക്കെ ഇട്ടിട്ട് ആ ബീഫിൻ്റെ ആ നാച്ചുറൽ ടേസ്റ്റിൽ ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണിത്. അപ്പം ഇപ്പോൾ ബീഫിൻ്റെ വേറെ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ഡിഫറെൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്ന ഒരു ഐറ്റമാണിത്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാം. വേണ്ട ഐറ്റംസ്: ബീഫ്, കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, കുരുമുളക്, വറ്റൽമുളക്, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ വെളിച്ചെണ്ണ. അപ്പം നമുക്ക് നമ്മുടെ ഈ ഐറ്റം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മുടെ ബീഫ് വേവിക്കുകയാണ് വേണ്ടത്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ കുക്കറിൽ നമ്മുടെ ബീഫ് ഇടുകയാണ്. ബീഫ് ഇട്ടതിന് ശേഷം നമ്മൾ എടുത്തു വെച്ച ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതില്ലേ, അതൊന്ന് 1 ടീസ്പൂണോളം ചേർക്കുക. ബാക്കി നമുക്ക് ഇനി ഇത് വഴറ്റുന്ന സമയത്ത് ചേർക്കണം. അപ്പം അത്ര മതി. പിന്നെ നമുക്ക് ചേർക്കേണ്ടത് എന്താ വെച്ചാൽ, നമ്മൾ ആവശ്യത്തിന് ഉപ്പാണ് ചേർക്കേണ്ടത്. അപ്പം നിങ്ങൾക്ക് എത്രയാണ് ഉപ്പ് വേണ്ടത് വെച്ചാൽ അത് ചേർക്കുക. പിന്നെ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കുക. പിന്നെ ഒരു 1/2 ഗ്ലാസ്, ബീഫിൽ നിന്ന് ഓൾറെഡി വെള്ളം ഇറങ്ങി വരും, അപ്പം അതിനനുസരിച്ചിട്ട് ഒരു 1/2 ഗ്ലാസോളം വെള്ളം ചേർക്കുകയാണ് ഞാൻ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നമ്മുടെ കുക്കർ മൂടി വെച്ചിട്ട് ഇതിനൊരു നല്ല വേവുള്ള ബീഫാണെങ്കിൽ ഒരു 10 വിസിൽ അടുപ്പിക്കുക. അപ്പം നന്നായിട്ട് വെന്ത് വരും. ശേഷം നമ്മൾ ഒരു പാൻ വെക്കുകയാണ്. പാൻ ചൂടായതിന് ശേഷം നമ്മൾ ഇതിലോട്ട് എണ്ണ ഒഴിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് ടേസ്റ്റ്, അപ്പോൾ അതാണ് വെളിച്ചെണ്ണ ഒഴിച്ചത്. ഒരു 3 ടേബിൾ സ്പൂൺ ഉണ്ടാവും ഇതിൽ. പിന്നെ അതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച ബീഫാണിത്. അപ്പോൾ ഇതിൽ നമ്മൾ മഞ്ഞൾപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പിട്ട് നന്നായിട്ട് പ്രഷർ കുക്കറിലിട്ട് വേവിച്ചതാണ്. ഇത് വേവിച്ചതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണുള്ളത്. അപ്പോൾ നന്നായി വെന്ത ബീഫ് ഇതിലിട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ ചേർക്കുന്നത് നമ്മൾ മാറ്റി വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇല്ലേ, അത് ചേർത്ത് കൊടുക്കാം. വേറെ നന്നായി ഇളക്കി കൊടുക്കുക. ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ അത് പച്ച മണം ഒന്ന് മാറിക്കിട്ടണം. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്താൽ മതി. അതിനുശേഷം നമ്മൾ കറിവേപ്പില ഇടുകയാണ്. ഇതിൽ കുറച്ച് തോനെ കറിവേപ്പിലൊക്കെ ഇടുമ്പോഴാണ് അതിനൊരു ടേസ്റ്റ് വരുന്നത്. പിന്നെ നമ്മൾ കുരുമുളക് എടുത്ത് വെച്ചില്ലേ, അത് ഞാൻ പൊടിച്ചതാണിത്. ആ പൊടിച്ച കുരുമുളക് ഞാനിത് ചേർക്കുക. ഏകദേശം ഒരു 1.5-2 ടേബിൾ സ്പൂണോളം വരും. അപ്പോൾ കുരുമുളക് എത്ര ചേർക്കുന്നോ അത്രയും ടേസ്റ്റ് ഉണ്ടാവും.
പിന്നെ നമ്മൾ വറ്റൽമുളക് എടുത്ത് വെച്ചില്ല, അത് ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചതാണ്. ഈ വറ്റൽമുളകൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതിന് വരുന്നത്, ഒരു ഡിഫറെൻ്റ് ആയ ടേസ്റ്റാണ് വരുന്നത്. അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക, നന്നായിട്ട് മിക്സ് ആണത്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ബീഫ് വേവിക്കുമ്പോൾ അതിൽ ഉപ്പ് കുറവാണെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ ഞാൻ ഉണ്ടാക്കുന്നതിൽ ഓൾറെഡി ഉപ്പ് ആവശ്യത്തിനുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ചേർക്കാത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്തിട്ട് ഇളക്കി കൊടുത്താൽ മതി. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തിട്ട് അപ്പം നന്നായിട്ട് ആ എണ്ണയും വറ്റൽമുളകും കുരുമുളകും എല്ലാം ബീഫിൽ ഇങ്ങനെ പിടിക്കണം. എന്നുവെച്ചാൽ ഒരുപാട് ഡീപ്പ് ഫ്രൈ അല്ലേനും അത് രീതിയിൽ ഇളക്കി കൊടുക്കുക. അതിൻ്റെ ഒരു പച്ച മണമൊക്കെ ഒന്ന് മാറി വരണം. പിന്നെ ഓൾറെഡി ബീഫ് കുക്കായതുകൊണ്ട് പിന്നെയും കുക്കാവേണ്ട ആവശ്യമില്ല, ഒക്കെ എല്ലാത്തിലൊന്നും നന്നായി പിടിച്ചാൽ മതി. കാരണം ബീഫൊക്കെ ഒരു നിറമൊരു ചെറിയൊരു ഡാർക്ക് കളറായി വരുന്നുണ്ട്. നല്ല ഡീപ്പ് ഫ്രൈ അല്ല. ഇപ്പോൾ ഓൾമോസ്റ്റ് ആവാനായി നമ്മുടെ ബീഫ് തട്ടിക്കൂട്ടിയത്. നോക്കിയാൽ എല്ലാ ഭാഗവും ഒരേപോലെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മുടെ ബീഫ് തട്ടിക്കൂട്ടിയത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരു ഡിഫറെൻ്റ് ആയിട്ട് പരീക്ഷിക്കാവുന്ന ഒരു ഐറ്റമാണിത്.